ഇല്ല. അപ്പോൾ നീന്തലിൽ നമുക്കിപ്പോൾ ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ ഇനിയും ഒരുപാട് മാറ്റപ്പെടുത്തേണ്ടത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പലതരത്തിലുള്ള ചെറിയ സമയം കൊണ്ട് 2-3 ദിവസം കൊണ്ട് നടത്തേണ്ട ഒരു കോഴ്സ്, പലതരത്തിലുള്ള പിന്നെ സ്പെഷ്യൽ 4 തരത്തിലുള്ള സ്വിമ്മിങ്ങിൻ്റെ പല ടെക്നിക്സ്, അതെല്ലാം വളരെ ചെറിയ സമയം കൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ 8-8:15 കൂടി സ്റ്റാർട്ട് ചെയ്തു. അതെല്ലാം സമയബന്ധിതമായി ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നമ്മളനുസരിച്ച് ലഞ്ച് ബ്രേക്കിൻ്റെ സമയം, അതിൻ്റെ റെസ്റ്റ് എടുക്കേണ്ട സമയം എല്ലാം വളരെ ഷെഡ്യൂൾ കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ കാര്യങ്ങളും ഒരു മിനിമം ഒരു ലൈഫ് രക്ഷപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും വളരെ ചെറിയ ഒരു സമയം കൊണ്ട് തീർന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ സാനു സാറിന് നമ്മളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തട്ടെ. ഇവിടെയുള്ള ഈ നമ്മുടെ ഘട്ടങ്ങളിലെല്ലാം ഈ സ്വിമ്മിങ്ങിൻ്റെ ഘട്ടങ്ങളിൽ ഒരുപാട് പ്രാവശ്യം സാറും സാനു സാറും തമ്മിൽ ബന്ധപ്പെടുകയും ഗൂഗിൾ മീറ്റിൽ അറ്റൻഡ് ചെയ്യുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ അതിനിടെ എല്ലാം നന്ദി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു പ്രാവശ്യം ഒരു അനുഭവം കൂടി ഷെയർ ചെയ്തിട്ട് എന്ന് അവസാനിപ്പിക്കുമ്പോൾ, നമ്മൾ ഇതുപോലെ ഒരു പ്രാവശ്യം നമ്മൾ കുളത്തിൽ നിന്ന് കുട്ടിക്ക് നീന്തൽ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തൊരു കുട്ടി മുങ്ങി താഴുകയും അതാരും അറിയുന്നില്ല കുട്ടി മുങ്ങിയത്. കുറേ കഴിഞ്ഞതിന് ശേഷമാണ് എന്നെയും നവീനെയും വിവരം അറിയിക്കുന്നത്. ഉടൻ തന്നെ നമ്മുടെ മുങ്ങി ഇപ്പോൾ തന്നെ 3-4 മിനിറ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ നവീനാണ് കുട്ടിയെ മുങ്ങിയെടുത്തത്. നമ്മൾ ഉടൻ തന്നെ CPR സ്റ്റാർട്ട് ചെയ്ത് ആംബുലൻസ് വിളിച്ചു, ഹോസ്പിറ്റലിലെത്തി. 3 ദിവസം നമ്മൾ കൊടുത്ത CPRൻ്റെ പേരിൽ ആ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു. ലിവറിൽ ഒരു പരിധിക്കപ്പുറം വെള്ളം പോയതിന് ശേഷം അതുകൊണ്ട് ഇൻഫെക്ഷൻ വന്ന് അടിച്ചു പോയിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ഇപ്പം കിട്ടിയ CPR നമ്മൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പം കിട്ടിയ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇനിയും നല്ല രീതിയിൽ മെച്ചപ്പെട്ട സേവന പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങും എന്നൊരു ഉറപ്പും കൂടി നൽകിക്കൊണ്ട് ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അനുഭവങ്ങളൊക്കെ. എന്നിരുന്നാലും എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് പോകേണ്ട 4:30 ഡോക്ടർക്ക് എനിക്ക് വിളി വന്നിട്ട് ക്ലിനിക്കിൽ നിന്ന് വിളി വന്നിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ അനുമോദന സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ബഹുമാന്യനായ പയ്യന്നൂർ DVSP വിനോദ് സാറിനെ ക്ഷണിക്കുന്നു. ദേവനന്ദ CP. ദേവനന്ദ ഏട്ടാ ഒന്ന് ഫോട്ടോ എടുക്കണേ. ഏട്ടാ ഒന്ന് സൈഡ്. സുകേഷ് P. ദിൽഷ P. ദിൽഷ P. വിജയൻ E. മനോജ് കുമാർ K. ഫോട്ടോ മതി.